മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 21-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 35-ാം വാക്യം: നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് ക്ഷമ കാണിച്ച് ഈ ലോകത്തിൽ വന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ പകച്ചവരെയും നിന്ദിച്ചവരോടുമൊക്കെ കർത്താവ് ക്ഷമിച്ചു. അവരെയും കർത്താവ് സ്നേഹിച്ചു. അവർക്കും നിത്യജീവൻ്റെ മാർഗം കർത്താവ് ഉപദേശിച്ചു കൊടുത്തു. ഇനി കാൽവറിയോട് അടുത്ത് വരുമ്പോൾ കർത്താവ് അവിടെയും അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തന്നെ കല്ലെറിയുകയും തൻ്റെ മുഖത്ത് തുപ്പുകയും തന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും തൻ്റെ കൈകാലുകളിൽ ആണിയടിക്കുകയും ചെയ്ത ആ ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ. എത്ര നല്ല മാതൃക നാം പിന്തുടരുവാനായിട്ട് കർത്താവ് കാണിച്ചു തന്നേച്ച് പോയിരിക്കുന്നു. ആ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന, കർത്താവിൻ്റെ ജനമെന്ന് പറയുന്ന നാമും അതേ മാതൃക പിന്തുടരേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ അനേകമായ പാപങ്ങളും കടങ്ങളും ആ കർത്താവ് ക്ഷമിച്ച് നിത്യരാജ്യത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി തീർത്തു എന്നുള്ളതും നമ്മുടെ ക്ഷമ വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരേണ്ടതുണ്ട്. ഇതോടെ ചേർന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൂടെ വായിക്കട്ടെ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഉള്ള ഉപദേശമായിട്ട് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഒരു വലിയ ഉപദേശമാണിത്. സഭയിൽ അന്യോന്യം എങ്ങനെ വർദ്ധിക്കണം, നമ്മൾ സമൂഹത്തിലായിരിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മാനദണ്ഡങ്ങൾ, കർത്താവ് നമ്മെ വിളിച്ച ആ വിളിക്ക് യോഗ്യമാവണം. ആരാണ് നമ്മളെ വിളിച്ചത്? വലിയവനായ ദൈവം. വിശ്വസ്തനും സ്നേഹവാനും ക്ഷമയുള്ളവനുമായ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ വിളിച്ചു. നാം ആ വിളിക്ക് യോഗ്യരായി നടക്കണം. കർത്താവിൻ്റെ വിളി, അതിലൂടെ കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി അതിന് യോഗ്യമാകുമെണ്ണം നാം നടക്കണം. ഇവിടെ പറയുന്നത് അന്യോന്യം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. വെറുതെ ക്ഷമിക്കുകയല്ല, സ്നേഹത്തോടെ. അവർക്ക് വീഴ്ച വന്നുപോയെന്ന് മനസ്സിലാക്കി, അത് അവർക്ക് വന്നുപോയ വീഴ്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് സ്നേഹത്തോടെ പൊറുക്കുക. പിന്നെയും ഈ പൊറുക്കുന്നതൊക്കെ നമ്മുടെ ബന്ധങ്ങൾ സമാധാനത്തിൽ കാക്കുവാനുള്ള മുഖാന്തരങ്ങളായി തീരണം. കർത്താവ് നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മാതാവിനെ ഈ ഭൂമിയിൽ താൻ ഉരുവാകുവാൻ പാത്രമായി തീർന്ന മറിയയുടെ ആ സംരക്ഷണം പോലും എത്ര കരുതലോടെ കർത്താവ് ക്രൂശിങ്കൽ വെച്ച് കണക്കാക്കി. ആ ബന്ധങ്ങളെ കർത്താവ് ഏറ്റവും ആദരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവാൻ. നമ്മളാവോളം ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുവാൻ, അത് സ്നേഹത്തിൽ കീപ്പ് ചെയ്യുവാൻ, ഐക്യതയിൽ കീപ്പ് ചെയ്യുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ആ 19-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കൃത്യമായിട്ട് കർത്താവ്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. കർത്താവ് നമ്മുടെ പാപങ്ങളെ മനഃപൂർവ്വമായി ക്ഷമിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വമേധയാ
ആ തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിൽ കയറി നമ്മുടെ പാപങ്ങളെ മുഴുവൻ, കടുംചുവപ്പായിരുന്നതിനെ മുഴുവൻ ഹിമത്തോളം വെള്ളയാക്കി മാറ്റി. ഒരംശം പോലും വെക്കാതെ അത്രമാത്രം നമ്മെ സ്നേഹിച്ച്, നമ്മോട് ക്ഷമിച്ച്, നമ്മെ തൻ്റെ മക്കളാക്കി ചേർത്തു എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. നമ്മുടെ ആ സ്വഭാവം മറ്റുള്ളവരിലേക്കും പകരുവാൻ, മറ്റുള്ളവരോടും കാണിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.